എൻ്റെ പഞ്ചാര കുട്ട ചക്കിക്കൊത്തൊരു ചങ്കരൻ. നിന്നെ ഞാൻ കുളിപ്പിച്ച് കുട്ടപ്പനാക്കൂടാ. ഞാൻ കുളിച്ചില്ലെങ്കിലും നിന്നെ ഞാൻ കുളിപ്പിക്കാം കേട്ടാ. ചക്കരെ സംസാരിക്കടാ ഒന്ന്. നീ സംസാരിക്കുമായിരുന്നെങ്കിൽ നീയും ഞാനും ആയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്റെയും പറഞ്ഞു ഇവിടെ ഇരുന്നേ. എൻ്റെ ചക്കരക്കുട്ടാ ഉമ്മ 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 ഉമ്മ. കുട്ടപ്പൻ നിങ്ങൾ ഇങ്ങനെ 24 മണിക്കൂറും കാറ് തൂത്തും തുടച്ചും ഉമ്മ കൊടുത്തിരുന്നു. എത്ര ദിവസമായി മനുഷ്യൻ നിങ്ങൾ പണിക്കെന്ന് പറഞ്ഞോണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്? പണിക്ക് പോയില്ലെങ്കിൽ നമുക്ക് ജീവിക്കാടി. അതാണോ കാർ വീടിന്റെ വാതിക്കൽ കിടക്കണ ഒരു ഐശ്വര്യം? അത് നിനക്കൊന്നും പറഞ്ഞ മനസ്സിലാവില്ല. കാർ ഇങ്ങനെ വീടിന്റെ വാതിക്കൽ ഇട്ടാ പോരാ, റോഡിലോട്ട് ഇറങ്ങി ഓടിക്കണം. പിന്നെ റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഈ വണ്ടി എന്റേതാണെന്ന് ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? ഒരു ദിവസം റോഡിലൂടെ എന്തോരം വണ്ടികൾ ഓടുന്നുണ്ട്. ആ വണ്ടിയുടെ ഓണർമാരെ നിനക്ക് അറിയാൻ പറ്റുമോ? പക്ഷെ ഇത് വീടിന്റെ വാതിക്കൽ കിടന്നു കഴിഞ്ഞാൽ എന്റെ വണ്ടിയാണെന്ന് എല്ലാരും പറയും. അല്ലേടാ പൊന്നെ? ഈ വണ്ടി നീ എന്നെ വേണ തൊട്ടു, വണ്ടിയെ തൊടല്ലേ. അറിയാമോ? അതല്ല, ഈ വണ്ടി ഈ വീട്ടിൽ കിടന്ന് അപ്പുറത്തും ഇപ്പുറത്തുള്ളവർ മാത്രമല്ലേ നമ്മുടെ വണ്ടിയാന്ന് അറിയുള്ളൂ. എടി അതിന് ഞാൻ ഒരു മാർഗം കണ്ടിട്ടുണ്ട്. ചില വീടിന്റെ വാതിക്കല് ഗേറ്റില് പട്ടിയുണ്ട് സൂക്ഷിക്കാനുള്ള ബോർഡ് കണ്ടിട്ടില്ലേ? അതേപോലെ ഞാൻ ഈ വീടിന്റെ വാതിക്കൽ ഒരു ബോർഡ് വെക്കും, കാറുണ്ട് ശ്രദ്ധിക്കുക. അപ്പൊ എല്ലാവർക്കും അറിയാൻ പറ്റും ഈ വീട്ടിൽ എനിക്ക് കാറുണ്ടെന്ന്. അറിയാമോ? അതല്ല ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. ചേട്ടനെ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച ലൈസൻസ് ഒക്കെ ഒന്ന് മേടിച്ചേ. എനിക്കും ആഗ്രഹമില്ല ഈ കാറിലിരുന്ന് ഇവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങണമെന്ന്. പിന്നെ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ നീ എന്റെ മുതുകത്ത് കയറി നിരങ്ങാൻ തുടങ്ങിയതാണ്. ഇനി ഇതും കൂടെ നിരക്കി നശിപ്പിക്കും. ഒന്ന് പൊടി അവിടെ നിന്ന്. നിങ്ങളൊരു ഡ്രൈവർ എങ്കിലും വെക്കി. ഡ്രൈവറെ വെച്ച് കഴിഞ്ഞാൽ നിന്റെ അച്ഛൻ കൊണ്ടുവന്ന് കൊടുക്കുവോ ഡ്രൈവറിന് ശമ്പളം? എന്റെ അച്ഛൻ 5 ലക്ഷം രൂപയ്ക്ക് ഈ കാർ മേടിച്ചിട്ടേക്കുന്നത്. പിന്നെ നീ എന്ന ഭാര്യ എന്റെ തലയെ കെട്ടി വെച്ചില്ലേ? അതിനൊരു പാരിതോഷികമായിട്ട് പുള്ളി പട്ടിക്ക് ബിസ്ക്കറ്റ് എടുക്കണ പോലെ 5 ലക്ഷം രൂപ ഇന്നേ വരെ നിന്നെ കല്യാണം കഴിച്ചിട്ട് ആ അച്ഛനും അമ്മ ഇവിടെ തിരിഞ്ഞു കയറിയിട്ടുണ്ടോ? അപ്പൊ അത്രയൊക്കെ ഉണ്ട് നിന്റെ വില. അല്ലടാ പൊന്നെ. ഇവിടെ ആണെങ്കിൽ കറിക്ക് ഒന്നുമില്ല. നിങ്ങൾക്ക് പിന്നെ കറിയൊന്നും വേണ്ടല്ലോ, കാറും ഇങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നാ മതിയല്ലേ. ചേട്ടാ ഇങ്ങോട്ട് വന്നേ. ഇവിടെ വെച്ചു പച്ചക്കറിക്കൊക്കെ എന്ത് വില ചേട്ടാ? പച്ചക്കറിക്കൊക്കെ ഇപ്പൊ പൊള്ളുന്ന വിലയല്ലേ? ഞാനിതിലെ കാറിന്റെ തൊട്ടിട്ട് കൈ പൊള്ളി മരച്ചു പോയി. അതെ, ഒന്നും വിചാരിക്കരുത്. ചേട്ടന് ഒരു കാർ ഭ്രാന്തന. എന്ത് പറഞ്ഞാലും കാറിനെ പറ്റിയേ സംസാരിക്കുള്ളൂ. ഒന്നും വിചാരിക്കല്ലേ. തക്കാളിക്ക് എന്ത് വിലയാ? അതെ, ഈ സാധനമൊക്കെ മാർക്കറ്റിൽ ഭയങ്കര വിലയാണ്. ഞങ്ങളെ പോലുള്ള ആൾക്കാർ മാത്രമാണ് ഇത് വളരെ തുച്ഛമായ വിലക്ക് കൊടുക്കുന്നുള്ളൂ. മനസ്സിലായോ? അത് ശരിയാ, മാർക്കറ്റ് കാറിന് ഭയങ്കര വിലയാണ്. അത് കാരണം ഞാൻ ഓടവിളി നേരിട്ടെടുത്ത് ചേട്ടാ തക്കാളിക്ക് എന്ത് വിലയാണ്? തക്കാളിക്ക് കിലോ 35 രൂപ. പിന്നെ 35 രൂപ. എടോ ഈ കിടക്കണ കാറിന് 5 ലക്ഷം രൂപയാ. പിന്നെ അല്ലേ ഇന്ന് മേടിച്ചിട്ട് ഇന്ന് തന്നെ വെച്ചില്ല ചീഞ്ഞു പോണ തക്കാളിക്ക് 35 രൂപ. അതെ, കോളിഫ്ലവർ ഉണ്ടോ? പിന്നെ കോളിഫ്ലവർ ഉണ്ടല്ലോ, കോളിഫ്ലവർ കിലോ 90 രൂപ. 90 രൂപ. എടോ 5 ലക്ഷം മുടക്കി മേടിച്ചിട്ടിരിക്കണ ഈ പുന്നാര കാറുണ്ടല്ലോ, അതിന് 1 ലിറ്റർ പെട്രോളിന് 72 രൂപയുള്ളൂ. പിന്നെ അല്ലേ കോളിഫ്ലവർക്ക് 90 രൂപ. അതെ ചേട്ടാ, ഉരുളക്കിഴങ്ങിന് എന്താ വില? 40 രൂപ. പിന്നെ തിന്നു കഴിഞ്ഞാൽ നെട്ടോട്ട് ഓടണ ഉരുളക്കിഴങ്ങിന് 40 രൂപ. ആകാശം എന്റെ കാറിന് ടിഷ്യൂ പേപ്പർ മേടിച്ചു വെക്കാൻ മേലെ. ഇതിന്റെ കൂട്ടത്തിലാണ് ഇവിടെ താമസിക്കുന്നത്. സമ്മതിക്കണോട്ടോ. അച്ചിങ്ങക്ക് എന്താ വില? അച്ചിങ്ങ ഭയങ്കര നിസാര വിലയുള്ളൂ, വെറും 35 രൂപയുള്ളൂ കിലോ. 35 രൂപ അച്ചിങ്ങ. അപ്പോഴേ വല്ലതും വേണോ നിങ്ങൾക്ക്? അല്ല വേണം. അല്ല കൊറേ നേരം അല്ല, അതിനെന്താ വില ഇതിനെന്താ വില? നിങ്ങൾ ഒരു വില ചോദിക്കും, പുള്ളിക്കാരൻ വേറൊരു വില പറയും. ഇതെന്താ പ്രശ്നം? എന്താണ് ഇവിടെ തന്നെ പച്ചക്കറി ഒന്നും വേണ്ട, ഞാൻ കാറ് കഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടുന്ന് പൊക്കെ. അപ്പൊ എന്നെ വിളിച്ചു വരുത്തിയതാ. ആഹാ, പച്ചക്കറി വേണ്ട നിങ്ങൾക്ക്? പച്ചക്കറി വേണ്ടോ, പോടോ ഇവിടുന്ന്. ആണല്ലേ? ഇതിനൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? മുരിങ്ങാക്കോലിന് അടിച്ചു വളർത്തണം. മനസ്സിലായോ? ചുമ്മാ വെറുതെ ഓരോ കാലത്തിന് ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്. അങ്ങോട്ട് പോകുമ്പോ സൂക്ഷിക്കണം. കാരം മുട്ടല്ലേ, കാരം മുട്ടല്ലേ. കാരം മുട്ടിനെ കൊല്ലിനെ. നിങ്ങൾക്ക് തൃപ്തിയായില്ല അയാളെ ഓടിച്ചപ്പോ? അത് കണ്ടോടി നിങ്ങൾക്ക് തീറ്റയും വേണ്ട, കുടിയും വേണ്ട, ഉറക്കവും വേണ്ട. നേരെ സന്ധ്യയായി മനുഷ്യ, ഞാൻ പോവാ. നീ പോയി കിടന്നുറങ്ങിക്കോടി. ഞാൻ ഈ കാറ് കഴുകി തീർത്തിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെ കിടന്നുറങ്ങിക്കോളാം. ചക്കരേ ഉമ്മ. അയ്യോ ഇതുവരെ എഴുന്നേറ്റില്ലേ ചേട്ടാ? ചേട്ടാ എന്ത് പരിപാടിയാ കാണിച്ചത്? ഞാൻ ഒരു അടിപൊളി സ്വപ്നം കണ്ട് കിടക്കില്ലായിരുന്നു. ഇപ്പോഴാണ് വന്ന് വിളിച്ചത്.
ഓ നീ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഒരു നല്ല സ്വപ്നം. ദൈവമേ, അങ്ങനെ സംഭവിച്ചാൽ മതിയായിരുന്നു. എന്താന്ന് വെച്ചാ പറ. അല്ല, ഒരു മണ്ട സ്വപ്നമാണോ നീ പറഞ്ഞാൽ നിങ്ങളല്ലേ കണ്ടത്, എന്തായാലും പറ. അടങ്ങാൻ മതിയായിരുന്നു. അതായത് നീ ഒരു കുഞ്ഞി കാറിനെ പ്രസവിക്കും, അങ്ങനെ ഈ വീട്ടിൽ 2 കാർ. അങ്ങനെ എങ്ങനെ സംഭവിച്ചാൽ തന്നെ ആ കുഞ്ഞിക്കാർ എന്തായാലും നിങ്ങളുടെ ആയിരിക്കത്തില്ല, അത് വേറെ വല്ലവന്മാരുടെ ആയിരിക്കും. നിങ്ങൾ 24 മണിക്കൂറും ഇതിന്റെ അകത്ത് തന്നെയല്ലേ.